കേരളത്തിൽ ഇഷ്ടം പോലെ രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാന വിവാദം ഡോക്ടർ ശശി തരൂർ അമേരിക്കയിലേക്കും UK-യിലും ഒക്കെ പോയി നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള വിവാദങ്ങൾ നടക്കുകയാണ്. എന്നാൽ എപ്പോഴെങ്കിലും നമ്മുടെ യുവതലമുറയുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് കീടനാശിനികൾ കലർത്തിയ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ക്യാൻസറിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നോക്കം പോയി. നമ്മൾ കാർഡിയാക് രോഗങ്ങളുടെ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ കാര്യത്തിൽ വളരെ മുന്നോക്കം പോയി. പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ പിന്നെ അത് ഇന്ത്യയുടെ ക്യാപിറ്റലായി നമ്മൾ എന്നേ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എത്ര മാരകമായ രോഗങ്ങൾ നമ്മളെ പിടികൂടിയിരിക്കുന്നു. മാത്രമല്ല ജീവിതശൈലി രോഗങ്ങളാണ് ക്യാൻസർ കൂടുതൽ ഉണ്ടാക്കുന്നതെന്ന് പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ BP ഗംഗാധരൻ അടുത്തിടെ എന്നോട് പറയുകയുണ്ടായി. മാത്രമല്ല ഇതിനെക്കുറിച്ചെങ്ങാനും ഏതെങ്കിലും രാഷ്ട്രീയക്കാർ മരണം വരെ ഉപവാസം എന്ന് പറഞ്ഞ് വിവാദത്തിന് പോകുന്നുണ്ടോ? 10ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ യഥാർത്ഥം ഇത്രയധികം കീടനാശിനികൾ കലർത്തിയ സാധനങ്ങൾ വിറ്റഴിയുന്നൊരു സംസ്ഥാനം ലോകത്തെവിടെയെങ്കിലും കാണുമോ എന്ന് സംശയമാണ്. അതുപോലെ രാത്രി വിറ്റഴിക്കുന്ന ആഹാരങ്ങൾ, ജങ്ക് ഫുഡുകൾ, ഇതൊക്കെ കഴിച്ച് നമ്മുടെ തലമുറ തകർന്ന് തരിപ്പണമായി പോവുക. ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, വല്ല വിദേശ രാജ്യങ്ങളുടെ ഗൂഢാലോചനയാണോ നമ്മുടെ ചെറുപ്പക്കാരുടെ കരുത്ത് ചുരുത്തി കളയാൻ വേണ്ടി ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഫുഡ് മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാർക്കറ്റിലേക്കോ ചെല്ലുമ്പോൾ അവിടെ ഈ നമ്മുടെ ഏതെങ്കിലും ഈച്ച പറ്റുന്ന ഫ്രൂട്ട്സ് ഉണ്ടോ എന്ന് നോക്കുക. ഈച്ച പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈച്ചയ്ക്ക് നമ്മളെക്കാളും വിവരമുണ്ട്, കീടനാശിനി കടന്നിട്ടുണ്ടെന്നാണ് പലപ്പോഴും മനസ്സിലാക്കുക. ഞാൻ ഈയിടെ ഒരു മാർക്കറ്റിൽ കയറി ഈച്ച പറ്റുന്ന മാങ്ങയുണ്ടോ എന്ന് ചോദിച്ചാൽ കടക്കാരെ എന്നെ കൊന്നില്ലെന്നുള്ളേ ഉള്ളൂ. നിങ്ങൾക്ക് അതാണോ ആവശ്യമെന്ന് ചോദിച്ചു പരിഹാസത്തോടെ. യഥാർത്ഥത്തിൽ ഈ ട്രാൻസ്ഫോമറിലെ ലൈൻ കമ്പിയിൽ വന്നിരുന്ന കുഞ്ഞു കിളികളും ഈ ഈച്ചയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങോട്ടോ പോയതോടെ മലയാളിയുടെ നാശം തുടങ്ങി. എനിക്ക് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരോട് പറയേണ്ടത്, നിങ്ങൾ ഇഷ്യൂവിൽ ഫോക്കസ് ചെയ്യൂ, നോൺ ഇഷ്യൂ നിങ്ങൾ വിട്ടുകളയൂ. കേരളത്തെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ കേന്ദ്രീകരിക്കൂ. കേരളത്തിൻ്റെ ആരോഗ്യ പ്രശ്നം ഒരു കാലത്ത് കേരള ഹെൽത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങളൊക്കെ തന്നെ വാനോളം പുകഴ്ത്തിയിരുന്ന സംഭവമാണ്. ഇന്ന് കേരളത്തിലെ അൺഹെൽത്ത് മോഡലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. എന്ത് ഹെൽത്താണ് നമ്മുടെ നാട്ടിലുള്ളത്? തട്ടുകടകൾ പെരുകുന്നു, കുഴപ്പമില്ല, ആൾക്കാരുടെ ജീവനോപാധിയാണ്. എന്നാൽ ഈ തട്ടുകടയിൽ വിതരണം ചെയ്യുന്ന സാധനം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? ആരെങ്കിലും ആയുസ് അറിയാതെ ചത്തുപോകുമ്പോഴോ അതല്ലെങ്കിൽ ആമാശയം അറിയാതെ അറിഞ്ഞ് തിന്ന് നാശത്തിൻ്റെ വക്കിലേക്ക് വീണ് ചാകുമ്പോഴോ ആണ് ആരോഗ്യവകുപ്പിലെ പല ആൾക്കാരും അന്വേഷണത്തിൽ ഇറങ്ങുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ ഇതിനെങ്കിലും ഒരു ഉറക്കത്തിൽ നിന്ന് ഉണരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഭരണപക്ഷമായാലും കൊള്ളാം, പ്രതിപക്ഷമായാലും കൊള്ളാം. നമുക്കിതൊക്കെ പറയാനേ പറ്റൂ. കാര്യം നമ്മുടെയൊക്കെ ഏതാണ്ട് സമയമൊക്കെ ആയി. പുതിയതായി വരുന്ന, നമുക്ക് പിന്നാലെ വരുന്ന ഒരു തലമുറ അവരിതുപോലുള്ള വൃത്തികെട്ട ഭക്ഷണം കഴിച്ചും കീടനാശിനി കലർന്ന ഭക്ഷണം. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഞാൻ ഇന്നലെ UK-യിൽ നിന്ന ഒരു സംഘം വ്യവസായികളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന പൈനാപ്പിൾ ഇങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ അവർ പറഞ്ഞു കേരളത്തിലെ സാധനമൊക്കെ ഇറക്കാൻ വലിയ പാടാണ്. അവർ പറഞ്ഞ ചെറിയ ഇതുപോലെ കൃത്രിമം കാണിച്ചു വിടുന്നതുകൊണ്ട് ഈ കീടനാശിനി കഴിക്കാൻ വിദേശത്തുള്ള ആളുകൾ തയ്യാറല്ലെന്നാണ്. അപ്പോൾ നമ്മൾ കഴിച്ചോട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ കഴിക്കുന്നു, നമ്മുടെ ആരോഗ്യം പോകുന്നു, നമ്മൾ ആശുപത്രിയിലാകുന്നു, നമ്മുടെ 5 സ്റ്റാർ ആശുപത്രികൾ ഇഷ്ടം പോലെ പെരുകുന്നു. ഈ അടുത്തിടെ കണ്ടില്ലേ, എല്ലാ ജില്ലയിലും ആശുപത്രികൾ കൊണ്ടുവരുമെന്നൊക്കെ ചില ആശുപത്രി മുതലാളിമാർ പറയുന്നു. കേരളത്തിൽ ഒരു 10,000 കോടിയുടെ ആശുപത്രിയിലേക്ക് സമ്പാദ്യം ഇറക്കുമതി ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കുമതി ചെയ്യുന്നൊരു മുതലാളിക്ക് 12% ലാഭം കിട്ടണ്ടേ? അപ്പം നമുക്കെന്താ വേണ്ടത്? കേരളത്തിൽ ഒരുപാട് രോഗികൾ വേണം. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡമെന്ന് പറയുന്നത് ആ നാട്ടിൽ ഒരുപാട് 5 സ്റ്റാർ ആശുപത്രികൾ ഉണ്ടായതാണോ? ഭരണരംഗത്തിരിക്കുന്ന ആൾക്കാർ ആലോചിക്കട്ടെ.